ജിഷ്ണുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്ന് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വൈസ് പ്രിൻസിപ്പലും PROയും ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തത് നെഹ്റു ഗ്രൂപ്പിന്റെ കുറ്റസമ്മതമാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. അതേസമയം ചുമതല ഏറ്റെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥ കിരൺ നാരായണൻ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് ജീവനക്കാരെ ചോദ്യം ചെയ്തു. PROയും മുൻമന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്ത നെഹ്റു ഗ്രൂപ്പിന്റെ നടപടി കുറ്റസമ്മതമാണെന്ന് ജിഷ്ണുവിന്റെ സഹപാഠികൾ ആരോപിച്ചു. ഈ 3 പേരും വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമച്ച ജിഷ്ണുവിനെ ഭീഷണിപ്പെടുത്താൻ മുൻകൈയെടുത്തുവെന്നും അതുവരെ പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കോപ്പിയടി നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ ശരിവെച്ചതോടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ നെഹ്റു കോളേജിനെതിരെയാവും സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ട്. പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്ററും ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിലായ അധ്യാപകനുമായ പ്രവീൺ സർവകലാശാല സംഘത്തിന് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ മൊഴി കൂടി ലഭിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ പറഞ്ഞു. അതിനിടെ അന്വേഷണ ചുമതലയേറ്റ ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു. ജിഷ്ണുവിന്റെ സഹപാഠികളിൽ നിന്നും ഉത്തരങ്ങൾ നോക്കിയെഴുതാൻ സഹായിച്ചുവെന്ന കോളേജ് പറയുന്ന വിദ്യാർത്ഥിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ജിഷ്ണു കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എല്ലാവരുടെയും മൊഴി. കോളേജ് ഹോസ്റ്റലിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.